മൂവി അടിപൊളി. എന്തായാലും ആസിഫ് അലിക്ക് എന്തായാലും ഇതിൽ അവാർഡ് ഉറപ്പാണ്. ത്രില്ലിങ് ഓക്കെ. നല്ല സൂപ്പർ. നല്ല പടം, നന്നായിട്ടുണ്ട്. തീർച്ചയായിട്ടും ആസിഫ് അലി നല്ല പെർഫോം. എല്ലാവരും ക്യാരക്ടർ നല്ലായിരുന്നു. 3 പേരേ ഉള്ളൂ, ഷർഫുദ്ദീനും അമലയും ആസിഫും മാത്രമേ ഉള്ളൂ. എല്ലാവരും നന്നായിട്ട് വരുന്നു. ക്യാരക്ടറായി എല്ലാവരും നന്നായിട്ട് അടിപൊളിയായിരുന്നു. അല്ല രസമുള്ളൊരു മൂവി. നല്ല പടമായിരുന്നു കേട്ടോ. നല്ല സിനിമ. പെർഫോമൻസ് ആസിഫ് അലി നൈസ്, കൊള്ളാം, അടിപൊളി പെർഫോമൻസ്. ആസിഫ് അലി, അമല പോളും, ഷറഫുദ്ദീൻ എല്ലാവരും അടിപൊളി പെർഫോമൻസാണ്. നല്ലൊരു സ്റ്റോറി ഉണ്ട്. നല്ല പടമാണ്, കാണേണ്ട പടം. ഫാമിലിക്ക് കാണാം, തീർച്ചയായിട്ടും കാണാം. സൂപ്പർ. അടിപൊളിയാണ്, ഒരു ത്രില്ലറാണ്. എന്താണ് ഇഷ്ടപ്പെട്ട സിനിമ? ബാക്ക്ഗ്രൗണ്ട് സ്കോർ അടിപൊളിയാണ്. ഈ ആടുജീവിതം ടൈപ്പൊക്കെയാണ്? ഇല്ല, അങ്ങനെയല്ല, വേറൊരു സസ്പെൻസ് ത്രില്ലർ, ക്രൈം ത്രില്ലർ. അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. അടിപൊളി, നല്ല സിനിമ. എന്താണ് ഇഷ്ടപ്പെട്ടത്? എല്ലാം ഇഷ്ടപ്പെട്ടു. ഒരു സെക്കൻഡ്. നല്ല മൂവി, അടിപൊളി മൂവി, എല്ലാവരും കാണണം. മസ്റ്റ് വാച്ച് മൂവിയാണ്. നമുക്കൊരു ഹോളിവുഡ് മൂവിയൊക്കെ മോളിവുഡിൽ വന്നാൽ എങ്ങനെ ഇരിക്കും, അങ്ങനെ ഒരു മൂവി, ബ്യൂട്ടിഫുൾ മൂവി. ആസിഫ് അലി ഒരു രക്ഷയില്ല, കിടിലം പെർഫോമൻസ്, വാക്കുകളില്ല പറയാൻ. അമലാപ്പോളും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്, ഷർഫുദ്ദീനും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാവരും സൂപ്പർ മേക്ക് ഓവർ, നല്ല ഡയറക്ഷൻ, നല്ല ക്യാമറ വർക്ക്, മൊത്തത്തിൽ 100% കംപ്ലീറ്റ്ലി നല്ലൊരു മൂവി. എല്ലാ ഏരിയയിലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ത്രില്ലറാണ്, എല്ലാവരും കാണണം. നല്ല മൂവിയാ, അടിപൊളി. നന്നായിട്ടുണ്ട്. അൽഹംദുലില്ലാ. Full film, adipoli, amazing performances, lovely direction. Thank you. Full entertainment, thriller. Thriller. And beautiful performances by Amla, Asif, and the frames are very international. Lovely direction by Arfaz. Thank you so much. Thank you. മമ്മി ഭയങ്കര ഹാപ്പിയാണ്. പ്രേക്ഷകർ ഇതുവരെ ഞാൻ അഭിപ്രായം കേട്ടില്ല. ഞാൻ ഫസ്റ്റ് ഷോ അല്ലേ, നിങ്ങളാണ് അഭിപ്രായം പറയേണ്ടത്. ഇവിടെ അതെ, എന്താണ്, അതെ തിയേറ്ററിൽ കണ്ട ആൾക്കാരുടെയൊക്കെ അടുത്ത് നല്ലൊരു റെസ്പോൺസ് ഉണ്ടായിരുന്നു, പോസിറ്റീവ് റെസ്പോൺസ്. അപ്പോൾ ഇനിയിപ്പം ലെറ്റ്സ് സീ. എന്തായാലും വൈ നോട്ട്, ഓഫ് കോഴ്സ്. അതെ തീർച്ചയായിട്ടും. ആസിഫ് ഇങ്ങനെ പല ഭയങ്കര വെറൈറ്റി റോൾസ് കൊണ്ട് ഒത്തിരി എക്സ്പെരിമെൻ്റ് ചെയ്ത് നമ്മൾ ഞെട്ടിച്ചുകൊണ്ടിരിക്കുക. കൂമിന് ശേഷം ഐ തിങ്ക് ഇങ്ങനത്തെ ഒരു വിയേർഡ് ബട്ട് അറ്റ് ദ സെയിം ടൈം ഇൻറ്റൻസ് പെർഫോമൻസ്. ആസിഫിൻ്റെ കൂടെ ഞാൻ അപ്പോഴും അഭിനയിക്കുമ്പോഴേ എനിക്ക് അറിയായിരുന്നു ഇതൊരു ആസിഫിൻ്റെ ശരിക്കും കരിയറിൽ ഒരു നല്ലൊരു ഫിലിമായിരിക്കുമെന്ന്. അതെ എക്സാക്ട്ലി അതാ പറയാം. സ്ലോ ബേണർ എന്ന് പറഞ്ഞിരുന്നല്ലോ, സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് പിക്ക് ചെയ്ത് പിന്നെ പെട്ടെന്ന് നമ്മളെ ഹുക്ക് ചെയ്യുന്ന പോലത്തെ ഒരു പടമാണ്. ഒരു വെറൈറ്റി സിനിമയാണിത്. അപ്പോൾ എല്ലാവരും ഗിവ് ഇറ്റ് എ ട്രൈ. ഓഡിയൻസ് എല്ലാവരും കാണുക. ആൻഡ് സോ മച്ച് ഫോർ യുവർ ലവ്. താങ്ക് യു. ട്വിസ്റ്റോട് ട്വിസ്റ്റാണ്, വേറെ ലെവൽ ഡിഷ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന, നമ്മൾ ഒരു കാരണവശാലും പ്രതീക്ഷിക്കില്ല ഈ സാധനം എങ്ങനെയാണെന്നുള്ളത്. അത്രമാത്രം ഡിഷാണ്. അതുപോലെ ക്ലൈമാക്സിൽ അത് പറഞ്ഞത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഡിഷ്. അതുപോലെ എല്ലാവരോടും റിക്വസ്റ്റ് ഉണ്ട്, ഈ പടത്തിൻ്റെ ട്വിസ്റ്റുകളൊന്നും ഓൺലൈനിൽ എഴുതി റിവ്യൂസ് ആയാലും എഴുതുമ്പോൾ നിങ്ങൾ അതാണ് ഈ ഫിലിമിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ അത് റിവീൽ ചെയ്യാത്ത രീതിയിൽ ഓഡിയൻസ് ആണെങ്കിലും നിങ്ങളാണെങ്കിലും അങ്ങനെ ചെയ്യണം എന്ന് ഉള്ള റിക്വസ്റ്റ്. ഒരു 150 കൊടുക്കും. To be frank, scripting is superb. As usual നമുക്കറിയാം അർഫാസ് സാറുടെ നല്ലൊരു സ്റ്റൈൽ, ഒരു മലയാളം ഇൻഡസ്ട്രിയിൽ ഒരു നല്ല സ്റ്റൈൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുമാത്രമല്ല ദ ആക്ടേഴ്സ്, അത് പറയാതിരിക്കാൻ വയ്യ, ആസിഫിക്ക, അമല, എവ്രി വൺ ആർ സൂപ്പർ. DOP സൂപ്പർ DOP ആണ്. ഫ്രെയിം, സ്ക്രീൻ,
എവ്രിതിങ് വാസ് ഭയങ്കര ഡീറ്റെയിലിംഗ് ആണ്. ഇവൻ ദ വോയിസ് ഓൾസോ എവ്രിതിങ് വാസ് വെരി ഡീറ്റെയിലിംഗ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള മൂവിയാണ്. നല്ലൊരു ട്വിസ്റ്റ് ഉണ്ട്. യു ഷുഡ് കം ആൻഡ് വിസിറ്റ്. തിയേറ്റർ പറ്റിയ മൂവി.